ഒരു സാധാരണ വ്യക്തിയുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ നിത്യേന പ്രാർത്ഥിക്കുന്ന വിശ്വാസപ്രമാണം എന്ന പ്രാർത്ഥന ശരിയോ തെറ്റോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിലാണ് ഗർഭസ്ഥനായത് എന്നാണ് നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിലാണ് ഗർഭസ്ഥനായത് എങ്കിൽ ഈശോ സ്വാഭാവികമായിട്ടും വിളിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ പിതാവേ എന്നല്ലേ. ഒരിക്കൽ പോലും പരിശുദ്ധാത്മാവിനെ പിതാവ് എന്ന് വിളിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിലാണ് ഈശോ ഗർഭസ്ഥനായത് എങ്കിൽ ഒരിക്കലും ഈശോ മനുഷ്യപുത്രനല്ല, ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. പക്ഷേ ബൈബിളിൽ ഒരിക്കൽ പോലും ഈശോ താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പരാമർശം അല്ലെങ്കിൽ ഒരു സംസാര രീതി നമ്മൾ കാണുന്നില്ല. അത് നേരെ മറിച്ച് മനുഷ്യപുത്രൻ എന്ന് പല പ്രാവശ്യം പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോ ശരിക്കും ഒരു മനുഷ്യപുത്രനാണ് എങ്കിൽ മനുഷ്യൻ്റെ പുത്രനായിട്ട് തന്നെ ജനിക്കേണ്ടതല്ലേ. ആ സ്വാഭാവികമായ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ജനിച്ചു എന്ന് പറയുന്നത് ഒരു സാമാന്യ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് സംശയകരമാണ്. പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ് ഇത് നമ്മൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് അങ്ങ് വിശ്വസിക്കാം. അതുകൊണ്ടാണല്ലോ വിശ്വാസ പ്രമാണം എന്നതിനെ വിളിക്കുന്നത്. ഓക്കെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.